ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ചാൽ ഫോൺ അഡിക്ഷനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം, ഈ ഒരു കാലഘട്ടത്തിൽ മൊബൈലിൻ്റെ ഉപയോഗം വളരെ ക്രമാതീതമായി കൂടിയിട്ടുണ്ട്. അത് കുട്ടികളായാലും ശരി, മുതിർന്നവരായാലും ശരി. ഫോണെന്ന് പറയുന്നത് നമുക്ക് ഉപകാരപ്രദമായൊരു ഉപകരണമാണ്. നമുക്ക് ബാങ്കിൽ പോകാതെ തന്നെ നമുക്ക് ബാങ്ക് ഇടപാടൊക്കെ നടത്താം. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം, ബിസിനസ്സിലെ നേട്ടങ്ങളുണ്ടാക്കാം, ഡൗട്ട് ക്ലിയർ ചെയ്യാം. നമുക്ക് എന്ത് വേണമെങ്കിലും ഇപ്പം മൊബൈൽ വഴി പറ്റും അല്ലേ. പക്ഷേ ഈ ഒരു ഉപകരണങ്ങളുടെ നിർബന്ധിത ഉപയോഗം ഒരു പക്ഷേ ബന്ധങ്ങൾ, ജോലി, പഠിത്തം, ആരോഗ്യം എന്നിവയെല്ലാം കാര്യമായി തന്നെ ബാധിച്ചേക്കാം. ആ ഒരു ഘട്ടത്തിനെ നമ്മൾ പറയുന്നത് ഫോൺ അഡിക്ഷൻ എന്ന് പറയാം. നമ്മൾ ഈ റീൽസും വീഡിയോ ഗെയിംസും ഫോണിലൂടെ നമ്മൾ റമ്മീസും ഒക്കെ കണ്ടുകൊണ്ടിരിക്കാം. പക്ഷേ നമുക്ക് അതുകൊണ്ടൊരു ഗുണവുമില്ല. അത് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാണ് നമ്മൾ കാണുന്ന സമയത്തിന് അവർക്കാണ് പൈസ കിട്ടുന്നത് അല്ലേ. അത് നമ്മൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ ഫോൺ, നമ്മുടെ ആരോഗ്യം അത് മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ. റീൽസ് കാണുമ്പോൾ മനസ്സിനൊരു സന്തോഷം കിട്ടും, അതുകൊണ്ട് റീൽസ് കാണാം. പക്ഷേ കണ്ണിൻ്റെ പവർ പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഫോണിൻ്റെ ഉപയോഗം ക്രമാതീതമായി കുറയ്ക്കാൻ ശ്രമിക്കുക. കൂടാതെ ഉത്കണ്ഠ, വിഷാദം, ഒറ്റപ്പെടൽ, ഉറക്കക്കുറവ് എന്നിവ നമ്മുടെ വികാരങ്ങളുടെ ആക്കം കൂട്ടും. ചിലർക്കറിയാം ഇത് അഡിക്ഷനാണ്, ഇത് മാറ്റണമെന്ന് അറിയാം. അത്തരം ആളുകൾക്ക് വേണ്ടി കുറച്ച് ടിപ്സ് പറയണം എന്ന തോന്നലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാം, ഇത് ഫോണാണ്, ഇത് അഡിക്ഷൻ ആവാനല്ല, ഇത് എൻ്റെ ഉപയോഗത്തിനാണ്. എനിക്കിത് അഡിക്ഷൻ ആവാൻ പാടില്ല. അഡിക്ഷൻ ആയിട്ടുണ്ടെങ്കിൽ ഇത് മാറ്റണം, ഇത് നല്ലതല്ല, ഞാൻ ഇതിൽ നിന്നും മാറും. എങ്ങനെ സ്വയം മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കണം. പിന്നെ ഫസ്റ്റ് ഒരു കാര്യം പറയണം, നമ്മുടെ ശീലങ്ങൾ ഒറ്റയടിക്ക് മാറ്റണം എന്ന് വിചാരിച്ചാൽ പറ്റത്തില്ല. അത് ക്രമേണ മാറും. പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഈ നോട്ടിഫിക്കേഷൻ ബട്ടൺ ഉണ്ടല്ലോ, ഈ നമ്മൾ ഓരോരോ സബ്സ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ വരുന്ന അത് നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓഫ് ചെയ്ത് വയ്ക്കുക. പിന്നെ കുറച്ച് നേരം ഫോൺ എവിടെയെങ്കിലുമൊക്കെ ദൂരത്തൊട്ട് മാറ്റിയൊക്കെ വയ്ക്കാം. പിന്നെ ഒരു കാര്യം, കുറച്ച് മാത്രം ചാർജ് ചെയ്ത് വയ്ക്കുന്ന ഒരു പ്രവണത ഉണ്ടെങ്കിലും നമുക്ക് ഫോണിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ പറ്റും. പിന്നെ നമ്മുടെ മീറ്റിങ്ങിൽ, നമ്മൾ ജിമ്മിൽ പോകുന്ന സമയത്ത്, അത്താഴം കഴിക്കുന്ന സമയത്ത്, കുട്ടികളുമായി കളിക്കുന്ന സമയത്തെല്ലാം ഫോണിൻ്റെ ഉപയോഗം കുറയ്ക്കാം. പിന്നെ ഫോൺ ബാത്റൂമിൽ കൊണ്ടുപോകുന്ന ചില ആൾക്കാരുണ്ട്. അതൊരു ബാഡ് ഹാബിറ്റായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അത് മാറ്റാൻ ശ്രമിക്കാം. പിന്നെ സ്മാർട്ട് ഫോണിൻ്റെ ഉപയോഗം എത്രത്തോളം മനസ്സിലാക്കുന്നുവോ അത്രയും എളുപ്പമായിരിക്കും നമ്മുടെ ശീലങ്ങൾ നിയന്ത്രിക്കാനും സമയത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാനും. പിന്നെ അടുത്തത് ഗോൾസ് സെറ്റ് ചെയ്യണം. രാവിലെ 10 മുതൽ 5 മണി വരെ ഞാൻ ഫോൺ നോക്കില്ല എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം. ആ ഒരു തീരുമാനം എടുത്താൽ അത് അങ്ങനെ തന്നെ ചെയ്യണം. ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ ഫോൺ എടുക്കില്ല, ഞായറാഴ്ച ദിവസങ്ങളിൽ ഞാൻ ഫോണിന് വേണ്ടി മാത്രം മാറ്റി വയ്ക്കില്ല എന്നിങ്ങനെ കുറച്ച് നിയമങ്ങൾ സ്വയം നമ്മൾ നടപ്പിലാക്കണം. അപ്പോൾ കൈവരുന്ന അധികം സമയത്തിന് പകരം എന്തെങ്കിലുമൊക്കെ ആ സമയത്ത് നമ്മൾ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസും കൂടെ ചെയ്യണം. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഏതൊരു ആവശ്യമുണ്ടെങ്കിലും ഇപ്പോൾ ഇൻ്റർനെറ്റിൽ തിരയുന്ന ഒരു ശീലമുണ്ട്, പലർക്കും അങ്ങനെയുണ്ട്. അതിന് പകരം നമുക്ക് കൂട്ടുകാരോട് ചോദിക്കാം, മാതാപിതാക്കളോട് ചോദിക്കാം, അധ്യാപകരോട് ചോദിക്കാം. പിന്നെ രാവിലെ എണീറ്റ് ഉടൻ ഫോൺ നോക്കുന്ന ഒരു പ്രവണതയുണ്ടെങ്കിൽ അത് മാറ്റണം. ഒഴിവ് സമയമൊക്കെ കിട്ടുമ്പോഴേ ഈ കൃഷിയിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങിക്കൂടെ. ഈ കൃഷിയിൽ നമ്മൾ ആ കൃഷി രീതികളൊക്കെ ഒന്ന് ചെയ്ത് നമ്മൾ ഒരു ചെടി നടുകയോ, ആ ചെടിക്ക് വെള്ളം നനയ്ക്കുകയും ആ ചെടിയിൽ ഒരു മുള വരുമ്പോൾ അത് കാണുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു വല്ലാത്ത സന്തോഷമായിരിക്കും അല്ലേ. എത്രയോ സെലിബ്രിറ്റീസ് ഇപ്പോൾ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫോൺ ഉപയോഗം താനേ കുറയും. ശീലങ്ങൾ മാറ്റാൻ ശ്രമിക്കുമ്പോൾ ചെറുതായി തുടങ്ങുക, അല്ലെങ്കിൽ ആദ്യ ദിവസം തന്നെ പരാജയപ്പെടും. ചെറിയ ശീലങ്ങൾ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും.